വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഭേദഗതി നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളി. നിയമങ്ങൾ പിൻവലിക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. 3 കാർഷിക നിയമങ്ങളും റദ്ദാക്കണമെന്ന് കിസാൻ സംഘർഷ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതേസമയം അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്ന നിലപാടിലാണ് ഒരു വിഭാഗം കർഷകർ. സർക്കാരുമായി കൂടുതൽ ചർച്ച നടത്തുന്നത് ആലോചിക്കുന്നതായി കർഷക നേതാവ് ഹർമീത് കാദിയ പറഞ്ഞു. കർഷക സംഘടനാ നേതാക്കൾ അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തി തുടർ നിലപാട് പ്രഖ്യാപിക്കും. KP അഭിലാഷ് വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നു. അഭിലാഷ്, 2 രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കർഷക സംഘടനകൾ കടക്കുന്നു എന്ന് കരുതാൻ കഴിയുമോ? ഇതിനകത്ത് നിയമം പിൻവലിക്കും വരെ ഇനി ഒരു ചർച്ചയിലേക്ക് കടക്കണ്ട എന്നാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. ഒരു വശത്ത് സമരം ശക്തമാക്കുകയും മറുവശത്ത് ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്യുന്നു എന്നാണോ വിചാരിക്കേണ്ടത്? എപ്പോഴായിരിക്കും വാർത്താ സമ്മേളനം? അപർണ, അല്പസമയത്തിനകം തന്നെ കാർഷിക നേതാക്കൾ, കർഷക സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യങ്ങളിൽ വിശദീകരണം നടത്തും. എന്തായാലും ഭൂരിപക്ഷം സംഘടനകളും ഒരേ നിലപാടിലേക്ക് തന്നെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പുതിയ 3 കാർഷിക നയങ്ങളും പിൻവലിക്കുന്നതുവരെ സമരം തുടരുക എന്നത് തന്നെയാണ് കർഷക നേതാക്കളുടെ പൊതുവായ തീരുമാനം എന്ന് അറിയുന്നു. അതേസമയം ഏതാനും ചില നേതാക്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അവർ സർക്കാരുമായി ഇനിയും ചർച്ച തുടരാമെന്നുള്ളതാണ്. നമുക്കറിയാം, കർഷക സംഘടനകൾ നടത്തുന്ന സമരത്തിന് ചെറുതും വലുതുമായ 500ഓളം സംഘടനകളാണ് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം എന്താണോ അതായിരിക്കും മുന്നോട്ട് പോവുക. ഇന്നലെയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കർഷക സംഘടനാ പ്രതിനിധികൾ 13 പേർ അടങ്ങുന്ന സംഘം ചർച്ച നടത്തിയത്. അതിനുശേഷം പിന്നീട് സർക്കാർ തന്നെ 5 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും ഇത് കർഷക സംഘടനകൾക്ക് നൽകുകയുമായിരുന്നു. എന്നാൽ ഈ കരടിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ ഭേദഗതികൾ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിലേക്ക് കർഷക സംഘടനകൾ എത്തിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യങ്ങൾ കർഷക സംഘടനകൾ വ്യക്തമാക്കും. അതേസമയം രാഷ്ട്രീയമായി ഇടപെടൽ കൂടി ഈ വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ രാഷ്ട്രപതിയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംഘത്തിന്റെ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 24 പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട അംഗങ്ങളുടെ പിന്തുണയോടുകൂടി, അവരുടെ ഒപ്പോടുകൂടിയ നിവേദനമാണ് രാഷ്ട്രപതിക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രപതി ഭവന് മുന്നിലാണ്. അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ തിരികെ എത്തും. രാഹുൽ ഗാന്ധിയെ കൂടാതെ ശരത് പവാർ, സീതാറാം യെച്ചൂരി, D. രാജ, TK ഇളങ്കോവൻ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. എന്തായാലും കാർഷിക പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ഇനിയും തുടരുക തന്നെ ചെയ്യും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അന്തിമ ചർച്ചകൾ നടക്കുകയാണ്, പുരോഗമിക്കുകയാണ് എന്ന പ്രതികരണം മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. 2 ആഴ്ച, അതായത് ഇന്ന് 14ാമത്തെ ദിവസമാണ് കർഷകരുടെ സമരം പിന്നിടുന്നത്. ഇന്നലെ ഭാരത് ബന്ദ് അടക്കം നടത്തിക്കൊണ്ട് വലിയ ജനകീയ പിന്തുണയുമായാണ് കർഷകർ മുന്നോട്ട് പോകുന്നത്. 2 ആഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും, ഏത് രീതിയിലായിരിക്കും സമരം മുന്നോട്ട് പോവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ കർഷക പ്രതിനിധികൾ വ്യക്തത വരുത്തും. അഭിലാഷ്, രാഷ്ട്രീയപരമായി ഇതൊരു മറ്റൊരു നീക്കത്തിലേക്ക് കടക്കുന്നു. കാരണം പ്രതിപക്ഷ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രപതിയെ കാണാൻ പോകുമ്പോൾ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന സമരത്തിനപ്പുറത്തേക്ക് മറ്റൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരുന്നു എന്നുള്ളൊരു നീക്കത്തിലേക്ക് കൂടിയാണോ പോകുന്നത്? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ രാഷ്ട്രപതി ഭവന് മുന്നിലാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതായത് രാഷ്ട്രീയമായി ഏതെങ്കിലും സംഘടനകൾ ഇതിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ടതില്ല, ആര് വന്നാലും അത് ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കോൺഗ്രസ് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ പ്രത്യേക സമിതിയെ രൂപീകരിക്കണമെന്നും അതിനുശേഷം ഈ നിയമം പിൻവലിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ രാഷ്ട്രീയമായി BJP ഇതിനെ നേരിടുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ വ്യക്തമാക്കിയിരുന്നത് APMCകളിലേക്ക് സ്വകാര്യ കർഷക സംഘടനകളുടെ വാർത്താ സമ്മേളനത്തിന് തത്സമയ സംപ്രേഷണമാണ്. അതിലേക്ക് കൂടി കടക്കുന്നു. पहली बात तो जो सरकार की ओर से प्रपोजल आई है, हम सब ने फैसला किया है, उसको देखा है, उसको हम पूरी तरह से रद्द करते हैं। अगर सरकार दोबारा कोई प्रपोजल भेजती है तो उसके बारे में विचार करेंगे। दूसरा फैसला ये हुआ है, जियो सिम
जियो के जो जितने भी प्रोडक्ट हैं पूरे देश में नेशनल लेवल पर जो मॉल्स हैं सभी का बाइकाट करेंगे। पूरे देश में एक दिन का जिला हेडक्वार्टर पर मोर्चा लगेगा। 14 तारीख शुक्रवार को उनको घेरेंगे और वहां मोर्चा लगेगा। सोमवार। पूरे देश में लगातार रोष प्रदर्शन जारी रहेंगे। पंजाब, हरियाणा, यूपी, एमपी, राजस्थान और अदर स्टेट जहां पर पूरे रोष प्रदर्शन जारी रहेंगे। सर फिर से रिपीट कर दीजिए, क्या होगा जिलेवार प्लीज। पूरे देश में लगातार रोष प्रदर्शन जारी रहेंगे। पंजाब, हरियाणा, यूपी, एमपी, राजस्थान, इसमें 14 मध्य प्रदेश 14 तारीख को धरने लगाए जाएंगे। 14 तारीख को धरने लगाए जाएंगे। जो धरने नहीं लगाएंगे वो दिल्ली को कूच करेंगे। जयपुर दिल्ली हाईवे रोकने के लिए 12 तारीख तक फैसला कर लिया गया है। 12 तारीख तक उसको रोका जाएगा। जयपुर दिल्ली हाईवे 12 तारीख तक उसको रोका जाएगा। 12 तारीख से पहले रोक दिया, नहीं तो 12 तारीख तक तो रोक ही देंगे उसको। फाइनल है। अडानी अंबानी के जो प्रोडक्ट है, जहाँ मॉल्स हैं, अदर मॉल्स हैं, टोल प्लाजा हैं, बीजेपी के जितने भी नुमाइंदे मंत्री हैं उनका घेराव होगा। उनका पूर्ण तौर से बाइकाट करेंगे पूरे देश में नेशनल लेवल पर। बीजेपी के 12 तारीख को पूरे देश में एक दिन के लिए टोल प्लाजा फ्री कर दिए जाएंगे। एक दिन के लिए 12 तारीख को पूरे देश के टोल प्लाजा फ्री कर दिए जाएंगे। यही आज की मीटिंग का जो फैसला हुआ है और इसी पर हम बेनती करूंगा कक्का जी से, वो विस्तार से बताएंगे। देखिए बंधुओं को नमस्कार। आवाज ठीक से आ रही? हाँ जी। कल जो अमित शाह जी के साथ 2 घंटे बैठकर मंथन हुआ था, उस मंथन में सबसे पहले तोमर जी ने जो हमारी 5 बैठकें हुई थी, उन 5 बैठकों का प्रस्तुतिकरण किया कि हमने 5 बैठकों में क्या क्या किया है। उसके बाद अमित शाह जी ने कहा कि हम फिर से चर्चा करते हैं कि इस अध्यादेश में कौन कौन सी विसंगतियां हैं जिनको दूर किया जाना आवश्यक है। हम तैयार हैं। हम लोगों ने कहा कि इस पर चर्चा 5 राउंड हो चुकी है, अब हम इस चर्चा करने के लिए तैयार नहीं है, ना हमारा मन है। उन्होंने कहा कि देखिए हमारा रिक्वेस्ट है कि आप एक बार चर्चा करें। तो हम लोगों ने कहा कि अध्यादेश जारी होने के पहले अगर आप लोगों ने चर्चा की होती तो ये स्थिति निर्मित नहीं होती। तो उन्होंने कहा कि देखिए गलती हुई। കെ പി അഭിലാഷ് വീണ്ടും ദില്ലിയിൽ നിന്ന് ചേർന്നു. കർഷക സംഘടനകളുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുകയാണ്. 12-ാം തീയതി ദേശീയപാത തന്നെ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നു എന്ന് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നു. കെ പി അഭിലാഷ്, കൂടുതൽ ശക്തമായ രീതിയിലേക്ക് സമരം മാറ്റുക എന്നുള്ള ഒരു പദ്ധതി തന്നെയാണ് വ്യക്തമാക്കുന്ന കർഷക സംഘടനകൾ. ഇതെല്ലാ കർഷക സംഘടനാ നേതാക്കളും ഒരേ അഭിപ്രായം തന്നെ, ഒരേ തീരുമാനത്തിലേക്ക് തന്നെ കടക്കുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഭൂരിപക്ഷം സംഘടനാ നേതാക്കളും ഒരേ അഭിപ്രായത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. സമരം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. കഴിഞ്ഞ 5 തവണയും ചർച്ച നടത്തിയതിൽ നിന്ന് ഒരു തരി പോലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അതിന് സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കർഷക നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള പാതകളെല്ലാം തന്നെ ഉപരോധിച്ചുകൊണ്ട് സമരം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ കർഷക സംഘടനാ പ്രതിനിധികൾ പറയുന്നത്. എല്ലാവരുടെയും പിന്തുണ ഈ സമരത്തിന് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുകൂടി
കർഷക സംഘടനകൾ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമ്പോൾ അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് അപർണ. കാരണം ഈ പ്രതിഷേധം ആരംഭിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധി പലപ്പോഴും ട്വിറ്ററിലൂടെ മാത്രമാണ് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നത്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം നേരിട്ട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ രാഷ്ട്രീയ വിമർശനങ്ങൾ. ഇന്ന് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സംഘത്തിൽ എൻ.സി.പിയുടെ നേതാവ് ശരത് പവാറുമുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ APMC-കൾ സ്വകാര്യ മേഖലയ്ക്ക് കൂടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ട ചർച്ചകൾ നടത്തിയിരുന്നു. അവരൊക്കെ ഇപ്പോൾ രാഷ്ട്രീയമായി വിഷയത്തെ മുതലെടുക്കുകയാണ് എന്ന വലിയ വിമർശനം ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ കൂടി ചോദിക്കുവാനുള്ള ഒരു വേദി കൂടിയാണ് അല്പസമയത്തിനകം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ ശരത് പവാറിന്റെയും ഒക്കെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതേസമയം കർഷകരാകട്ടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് കർഷക സംഘടനകൾ. ചർച്ച ഇനി വേണ്ട, അതായത് ഒരു സർക്കാർ തല ചർച്ചയിലേക്ക് ഇനി പോകണ്ട, കൃത്യമായ രീതിയിൽ നിയമങ്ങൾ പിൻവലിക്കുക, അല്ലെങ്കിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകുക, അങ്ങനെ ഒരു നിലപാട് തന്നെയാണോ? അതോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയുടെ സാധ്യത തുറന്നിടുന്നുണ്ടോ എവിടെയെങ്കിലും? അവിടെ അപർണ നമുക്ക് സ്ഥിരീകരിച്ച് വ്യക്തമാക്കാൻ പറ്റാത്തത് ഇത്തരത്തിൽ തന്നെ, അതായത് ആദ്യമായി നമുക്കറിയാം ഡിസംബർ 3-നായിരുന്നു കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കർഷകരുമായുള്ള കൂടിക്കാഴ്ച തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം സമരം ശക്തമായപ്പോഴായിരുന്നു ഉപാധികളോടെ ചർച്ചയാകാം. ബുറാഡിയിലേക്ക് സമരകേന്ദ്രം മാറ്റുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ 3-ാം തീയതിക്ക് മുമ്പ് തന്നെ ആദ്യ ചർച്ച നടത്താമെന്ന തരത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചത്. പിന്നീട് ഡിസംബർ 1-ന് ആദ്യ ചർച്ച നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ അന്ന് കർഷക സംഘടനകൾ ചർച്ചയ്ക്കില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എങ്കിലും വൈകിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവുകയും 7 മണിക്ക് വിജ്ഞാൻ ഭവനിലേക്ക് 40ഓളം വരുന്ന കർഷക പ്രതിനിധികൾ എത്തുകയുമായിരുന്നു. ഇന്നും സിംഗുവിൽ നടത്തിയ കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലും ഒക്കെ വിട്ടുനിൽക്കുന്ന കർഷക സംഘടനകളുണ്ട്. മാത്രമല്ല ഈ സമരത്തെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അതായത് ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലേക്ക് പോകാതെ കർഷകരിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. മാത്രമല്ല കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന, അവസരങ്ങൾ ലഭിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോഴത്തേത് എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ബി.ജെ.പി ആരംഭിച്ചിട്ടുണ്ട്. അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് അത് ആരംഭിക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ഈ നിയമം വേണം എന്നാവശ്യപ്പെടുന്ന കർഷകരുടെ കൂട്ടായ്മകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിനുള്ള നീക്കവും ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് നടന്നിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ ഇന്ന് നിശബ്ദത പുലർത്തിയിരുന്നത് ഇന്ന് അവസാനപ്പെട്ട ചർച്ചയിൽ, അതായത് അല്പസമയം മുമ്പ് സമാപിച്ച ചർച്ചയിൽ കർഷകരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാകും. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇന്നലെ കർഷക നേതാക്കളുമായി നേരിട്ട് ചർച്ച നടത്തിയ പശ്ചാത്തലത്തിൽ എന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷകൾ കൂടി അസ്തമിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വളരെ കൃത്യമായി അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ കർഷക സംഘടനകൾ തയ്യാറാകുമ്പോൾ നേരത്തെ തന്നെ കർഷക സംഘടനകൾ ഉന്നയിച്ച ഒരു കാര്യം, ചർച്ചയ്ക്ക് വരണമെങ്കിൽ ഞങ്ങളിലേക്ക് വരണം എന്നുള്ളതായിരുന്നു. അത് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ നടത്തിയത്. ഡിസംബർ 1-ാം തീയതി ഒരു ഉപാധികളുമില്ലാതെ ചർച്ചയ്ക്ക് കർഷകർ ക്ഷണിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും തീർച്ചയായും അത്തരം ചർച്ചകൾക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. കേന്ദ്ര സർക്കാർ തീർച്ചയായും അത്തരം ശ്രമങ്ങൾ നടത്തും. ഈ നിയമം പിൻവലിക്കാതെ കർഷകരുടെ ആശങ്കകൾ എത്രത്തോളം പരിഹരിക്കാൻ പറ്റുമോ അത്രത്തോളം പരിഹരിക്കുക എന്നത് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കാരണം ഈ 3 നിയമങ്ങൾ പിൻവലിക്കുക എന്നത് വലിയ തോൽവിയിലേക്ക് ഒരു സർക്കാരിന് ഏൽക്കുന്ന. തീർച്ചയായും വ്യക്തമാണ്. കെ പി അഭിലാഷ് 6 വട്ടം ചർച്ച നടത്തി സർക്കാർ തലത്തിൽ. പക്ഷേ സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് കർഷകർ വ്യക്തമാക്കുന്നു. ഒരു വിഭാഗം കർഷകർ മറ്റൊരു തീരുമാനത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു സംശയം ഇടയ്ക്ക് വന്നിരുന്നു. അങ്ങനെയല്ല, കർഷക സംഘടനകൾ ഈ സമരവുമായി ശക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള സൂചന തന്നെയാണ് കർഷക സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സമരം കൂടുതൽ ശക്തമാക്കുന്നു. 11-ന് മഹാറാലി നടത്തും. 12-ന് ടോൾ പ്ലാസയിൽ സമരം. ദേശീയപാത സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെയുള്ള വലിയ സമരങ്ങളിലേക്ക് കടക്കുകയാണ് ഈ വിഷയത്തിൽ എന്നാണ്. ഇതിൽ പ്രതിപക്ഷ പ്രതിനിധികൾ രാഷ്ട്രപതിയെ കാണുകയാണ്. അല്പസമയത്തിന് ശേഷം പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. രാഷ്ട്രീയപരമായി കൂടിയുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുകയും കേന്ദ്ര സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുമെന്നുകൂടിയാണ് കർഷക സംഘടനകളുടെ വിലയിരുത്തൽ. കെ പി അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇഡിക്ക് മുന്നിൽ നാളെയും ഹാജരാകില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രന് തുടർ പരിശോധനകൾ ആവശ്യമുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. ഇക്കാര്യം രവീന്ദ്രൻ ഇഡിയെ അറിയിക്കും. 3-ാം തവണയാണ് രവീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുന്നത്. കോവിഡാനന്തര രോഗാവസ്ഥയെ തുടർന്നുള്ള ന്യൂറോ സംബന്ധമായ ബുദ്ധിമുട്ട് രവീന്ദ്രനുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ
കൂടുതൽ പരിശോധന വേണം. ഇന്ന് നടത്തിയ പരിശോധനകളുടെ ഫലവും ലഭിക്കാനുണ്ട്. ഈ സാഹചര്യത്തിൽ ഉടൻ ഡിസ്ചാർജ് വേണ്ടെന്ന് മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു. കടുത്ത തലവേദന, തളർച്ച, ശ്വാസതടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ പറഞ്ഞാണ് രവീന്ദ്രൻ ഇന്നലെ ആശുപത്രിയിലെത്തിയത്. ഇതോടെ നാളെയും ഇഡിയുടെ ചോദ്യം ചെയ്യലിന് രവീന്ദ്രൻ ഹാജരാകില്ലെന്ന് ഉറപ്പായി. 3ാം തവണയാണ് രവീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുന്നത്. ഇഡി ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് രവീന്ദ്രൻ കോവിഡ് ബാധിച്ച് ചികിത്സയിലായത്. രോഗം ഭേദമായ ശേഷം രണ്ടാമതും ഇഡി നോട്ടീസ് നൽകി. എന്നാൽ കോവിഡാനന്തര പ്രശ്നങ്ങൾ മൂലം രവീന്ദ്രൻ വീണ്ടും ചികിത്സ തേടി. ചോദ്യം ചെയ്യാനുള്ള ശ്രമം 3ാം തവണയും പരാജയപ്പെട്ടതിനാൽ ഇഡിയുടെ അടുത്ത നീക്കം നിർണായകമായിരിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രന്റെ ആശുപത്രി വാസത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. രവീന്ദ്രനെ സംരക്ഷിക്കാൻ സർക്കാരും CPM-ഉം ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കാനുള്ള ശ്രമമായും വ്യാഖ്യാനമുണ്ട്. എന്നാൽ ഇഡിയെ ഭയക്കുന്നില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവന്റെ പ്രതികരണം. 2ാം ഘട്ട വോട്ടെടുപ്പ് ദിവസം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് തെളിവാണെന്നാണ് CPM കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വൈകുന്നത് ദുർവ്യാഖ്യാനങ്ങളാണെന്നായിരുന്നു CPM നിലപാട്. പക്ഷേ വോട്ടെടുപ്പ് ദിവസം തന്നെ ചോദ്യം ചെയ്യുന്നതിലെ അപകടം CPM തിരിച്ചറിഞ്ഞു. രവീന്ദ്രന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. കോവിഡിന് ശേഷമുള്ള ഒരു സാഹചര്യത്തിൽ രവിക്ക് വലിയ തോതിലുള്ള അസുഖങ്ങളും അയാൾക്ക് ഒട്ടും തന്നെ വയ്യ. അയാൾ മനഃപൂർവ്വം മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഇഡിയെ ഭയമില്ലെന്നും രവീന്ദ്രന്റെ അസുഖത്തെപ്പറ്റി അറിയില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവന്റെ പ്രതികരണം. ഒരാൾക്ക് ശാരീരിക പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹം ആശുപത്രിയിൽ പോകും. അല്ലാതെ ഇഡിയെ ഭയപ്പെടേണ്ട ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകൾക്കില്ല. രവീന്ദ്രനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുന്നു. ഇതൊരു വലിയ കള്ളക്കളിയാണ്. അദ്ദേഹത്തിന് ആദ്യം കോവിഡ് ആണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് കോവിഡാനന്തര ചികിത്സയാണെന്ന് പറഞ്ഞു. ഓരോ തവണയും നോട്ടീസ് കിട്ടുമ്പോൾ ഓരോ അസുഖം പറഞ്ഞ് മാറുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ കേസിൽ ഇടപെടുകയില്ല എന്ന് കേരളീയ പൊതുസമൂഹത്തിന് വാക്ക് നൽകുകയാണ് എങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ലാലു പ്രസാദ് യാദവ് ഇരുമ്പഴി എണ്ണുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുമ്പഴി എണ്ണും. രവീന്ദ്രനെ പിന്തുണച്ച കടകംപള്ളിക്കെതിരെ BJPയും രംഗത്തെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതിയാണ്. ഇത്തരം കുറ്റവാളികളെ രക്ഷപ്പെടാൻ മെഡിക്കൽ കോളേജിനെ ദുരുപയോഗപ്പെടുത്തുകയാണോ? ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു നാടകമാണിത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന CM രവീന്ദ്രൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധ്യത കുറവാണ്. ചികിത്സയുടെ കാര്യത്തിൽ ആശുപത്രി അധികൃതർ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിഷേധിച്ച് സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ. പ്രതികളുമൊത്ത് യാത്ര ചെയ്യാനോ വിദേശത്ത് കണ്ടുമുട്ടാനോ ഉള്ള സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. വിദേശയാത്രകളുടെ പേരിൽ പുകമറ സൃഷ്ടിക്കുകയാണെന്നും യാത്രകൾ സുതാര്യമാണെന്നും സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തിൽ പങ്കുള്ള ഉന്നതൻ നിയമസഭാ സ്പീക്കറാണെന്ന BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് വിശദീകരണം. വാർത്താക്കുറിപ്പിലൂടെയാണ് വിവാദങ്ങളിൽ സ്പീക്കറുടെ മറുപടി. ഔദ്യോഗിക സ്വഭാവമുള്ള യാത്രകൾക്കെല്ലാം നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്. യാത്രയുടെ ചെലവ് മാത്രമേ സർക്കാരിൽ നിന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. വിദേശയാത്രകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ സ്പീക്കറുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യാത്രകളുടെ വിശദാംശങ്ങൾ ബന്ധപ്പെട്ട എംബസിയെ അറിയിക്കാറുമുണ്ട്. വിദേശത്തുള്ള വിവിധ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ക്ഷണിച്ച പരിപാടികൾക്ക് അവരുടെ നേതൃത്വത്തിലാണ് യാത്ര നടത്തിയിട്ടുള്ളത്. സഹോദരങ്ങൾ വിദേശത്തായതിനാൽ കുടുംബപരമായ യാത്രകളും അനിവാര്യമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതവും അവിശ്വസനീയവുമാണ്. രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ഭരണഘടനാ സ്ഥാപനത്തെ വലിച്ചിഴക്കുന്നത് ശരിയല്ലെന്നും സ്പീക്കർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ജയിലിൽ വധഭീഷണി എന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജയിൽ DGP. പരാതി ദക്ഷിണ മേഖല ജയിൽ DIG അജയ്കുമാർ അന്വേഷിക്കും. വധഭീഷണിയുണ്ടെന്ന ആരോപണം ജയിൽ വകുപ്പ് തള്ളി. എന്നാൽ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം.
സ്വർണ്ണക്കടത്ത് കേസിൽ ഒരാളെ കൂടെ പ്രതി ചേർക്കാൻ കസ്റ്റംസ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ അപേക്ഷ നൽകി. മംഗലാപുരം സ്വദേശി രാജേന്ദ്ര പ്രസാദ് പവാറിനെയാണ് കസ്റ്റംസ് പ്രതി ചേർക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ പണം നിക്ഷേപിച്ചവരിൽ ഒരാളാണ് രാജേന്ദ്ര പ്രസാദ് പവാർ. സ്വപ്ന, സരിത്ത് എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇതിനിടെ NIA കേസിൽ ജയിലിൽ കഴിയുന്ന റബിൻസ് കെ ഹമീദിനെ ചോദ്യം ചെയ്യാനും കസ്റ്റംസിന് കോടതി അനുമതി നൽകി. വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണ കേസിൽ ലൈഫ് മിഷനെതിരായ അന്വേഷണത്തിലുള്ള സ്റ്റേ ഈ മാസം 17 വരെ തുടരും. സ്റ്റേ ചെയ്ത ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CBI സമർപ്പിച്ച ഹർജി 17 പരിഗണിക്കാൻ കോടതി മാറ്റി. അന്വേഷണം സ്റ്റേ ചെയ്ത ഇടക്കാല ഉത്തരവ് മൂലം അന്വേഷണം പൂർണ്ണമായും തടസ്സപ്പെട്ട അവസ്ഥയിലാണെന്ന് CBI കോടതിയിൽ അറിയിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകൻ കേസിന്റെ വിശദാംശങ്ങൾ പഠിക്കുന്നതിന് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടു. തുടർന്നാണ് ഹർജി 17 പരിഗണിക്കാൻ മാറ്റിവെച്ചത്. അഴീക്കോട് MLA KM ഷാജിയുടെ ഭാര്യ ആശയ്ക്ക് കോഴിക്കോട് കോർപ്പറേഷന്റെ നോട്ടീസ്. മാലൂർക്കുന്നിലെ വീടിന്റെ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മുൻപാകെ ഹാജരായി വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. വീടിരിക്കുന്ന ഭൂമി ആശയുടെ പേരിലായതിനാലാണ് കോർപ്പറേഷന്റെ നടപടി. ഇതേ ഭൂമിയിൽ പങ്കാളിത്തമുണ്ടെന്ന പരാതിയിൽ MK മുനീറിനെയും ED ചോദ്യം ചെയ്യും. കൊല്ലം മൺട്രോത്തുരുത്തിൽ CPM പ്രവർത്തകൻ മണിലാൽ കൊല്ലപ്പെട്ടത് വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന് പോലീസ്. സഞ്ചാരികളെ റിസോർട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയിൽ കലാശിച്ചതെന്ന് FIR-ലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നു. രാഷ്ട്രീയ കൊലപാതകമാണെന്ന മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും വാദം തള്ളുന്നതാണ് പോലീസിന്റെ നിലപാട്. നാളെ രണ്ടാം ഘട്ടം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളാണ് വിധിയെഴുതുക. ആദ്യഘട്ടത്തിലെ ഉയർന്ന പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. 451 തദ്ദേശ സ്ഥാപനങ്ങളിലെ 8116 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണത്തിൽ ചിലയിടങ്ങളിൽ തിക്കും തിരക്കുമുണ്ടായത് നേരിയ പ്രശ്നങ്ങൾക്കിടയാക്കിയെങ്കിലും ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. പോളിംഗ് ബൂത്തുകളുടെ അണുനശീകരണം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ പോലെ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും രണ്ടാം ഘട്ടത്തിലും വോട്ടെടുപ്പ്. എല്ലാ പോളിംഗ് ബൂത്ത്സ് കൂടെ സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ಮತ್ತೆ ಜನಗಳು ಕ್ಯೂವಿൽ എങ്ങനെ നിൽക്കണം എന്ന് കൂടെ ഒരു പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നാളെ കൂടെ പോളിംഗ് ബൂത്ത്സിൽ ഇലക്ഷൻ സമയത്തിൽ കൂടെ എല്ലാ കോവിഡ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അട്ടപ്പാടിയിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള 102 ബൂത്തുകളുടെ സുരക്ഷ ശക്തിപ്പെടുത്തിയതായി തൃശൂർ റേഞ്ച് IG പറഞ്ഞു. ചകിളി, അട്ടപ്പാടി ഏരിയകളും ബാക്കിയെല്ലാം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബോർഡറുകളും എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് ഉണ്ടായിരുന്നാൽ പോലും അത് നേരിടത്തക്കിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അത് ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. അവസാന 1 മണിക്കൂർ കോവിഡ് രോഗികൾക്കും വോട്ട് രേഖപ്പെടുത്താം. ന്യൂസ് ഡെസ്ക്, News 18. കോഴിക്കോട് ഏലത്തൂർ ബീച്ചിൽ വേലിയിറക്ക സമയത്ത് മാരകായുധങ്ങളുമായി നാട്ടുകാരെത്തുന്നത് എന്തിനാണ്? പാറകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ശേഖരിക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്സവത്തിന്റെ ആളാണ് ഇവിടെയുള്ളത്. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി എലത്തൂരിലെ ഈ കടപ്പുറത്ത് ആളുകളുടെ തിരക്കാണ്. കടല് കാണാൻ വന്നവരല്ല ഇത്, മറിച്ച് കൈനിറയെ കല്ലുമ്മക്കായ ശേഖരിച്ച് മടങ്ങാൻ എത്തിയതാണിവർ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി കല്ലുമ്മക്കായ ശേഖരിച്ച് മടങ്ങാനാണ് ഓരോരുത്തരുടെയും ശ്രമം. ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ചേട്ടാ ഇവിടുത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായുള്ള ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ? അവിടെ 4-5 ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. ഇവിടെ കുറേ ആളുകൾ വരുന്നു. ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്. ഇന്ന് വെള്ളം ഇപ്പോൾ ഇറങ്ങി വരുന്നുള്ളൂ. വെള്ളം ഇറങ്ങുന്നതനുസരിച്ച് ആൾക്കാർ കൂടി വരിക. അപ്പോൾ എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. എല്ലാവരും കൂടെ അപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല. വെള്ളം കൂടെ പോകുമ്പോൾ കുറേ ആൾക്കാർ അങ്ങോട്ട് അതുവരെ പോകാൻ പറ്റും. ഇവിടെ ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് കസിൻസും അച്ഛനൊക്കെ ഇന്നലെ വന്ന് കുറെ പറിച്ചു കൊണ്ടുപോയിണ്ടായിരുന്നു കല്ലുമക്ക. ഞങ്ങക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും?
ഒരു 5 കിലോ കിട്ടിയിട്ടുണ്ടാവും. രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ കേൾക്കുന്നത് ഉണ്ടെന്ന്. നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് വന്നത്. പിന്നെ നമ്മൾ ഇവിടെ കുറെ ആയി തിന്നാന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒന്ന് പറിക്കാൻ വന്നത്. കൊറോണ ഒന്നൊരു വിഷയമാക്കാണ്ട് വന്നാണ്. വൈകുന്നേരം ആകുമ്പോൾ ഒരു കറിക്കുള്ള സാധനം കിട്ടുമോ? കിട്ടാൻ പ്രതീക്ഷ. കഴിഞ്ഞ ഏതാനും ദിവസമായി സായം സന്ധ്യകളിൽ ആനന്ദം കണ്ടെത്തി കല്ലുമേക്കായ ശേഖരണം ആഘോഷമാക്കുകയാണ് ഈ നാട്ടുകാർ. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്.